ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടുമായി സഹകരിച്ചുകൊണ്ട് ബയോ മൗണ്ടൻ കമ്പനിയുടെ നേതൃത്വത്തിൽ മലയോര പഞ്ചായത്തുകളിൽ സൗജന്യ മഞ്ഞൾ വിത്ത് വിതരണം സംഘടിപ്പിച്ചു. പായം ഗ്രാമപഞ്ചായത്ത്, ഏരുവേശി പഞ്ചായത്ത്, കാർത്തികപുരം, ബയോ മൗണ്ടൻ യൂണിറ്റ് എന്നിവിടങ്ങളിലാണ് വിത്ത് വിതരണം നടത്തിയത്. പായം പഞ്ചായത്തിൽ നടന്ന വിത്ത് വിതരണോദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ നിർവഹിച്ചു. പായം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഏറെ പിന്നോക്കം നിൽക്കുന്ന കർഷകർക്ക് വേണ്ടി സൗജന്യമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മഞ്ഞൾ വിത്ത് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ സൗജന്യമായിട്ടുള്ള വിത്ത് കർഷകർക്കായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് കുന്നോത്ത് പ്രവർത്തിക്കുന്ന ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ്. ബയോ മൗണ്ടൻ നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 3-4 വർഷമായി വലിയ നിലയിലുള്ള കാർഷിക മേഖലയിലെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ, കറിപ്പൊടികൾ ഒക്കെ നിർമ്മിക്കുന്ന ആധുനിക ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായത്തോടുകൂടി ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഹൈജീനിക്കായ, മായമില്ലാത്ത, വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആധുനിക ഫാക്ടറി, അതോടൊപ്പം ഈ അടുത്ത കാലത്ത് അവിടെ പുട്ടുപൊടി യൂണിറ്റ്, സാധാരണ പുട്ടുപൊടി നമ്മൾ അരിപ്പൊടി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റെല്ലാം, നേരത്തെ അച്ഛൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, കപ്പ, നമ്മളെല്ലാം വളരെ മുമ്പേ കപ്പയുടെ പൊടി ഉണക്കിപ്പൊടിച്ച് പുട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ആളുകൾ, മലയോരത്തെ ആളുകൾ. ഫാദർ സ്കറിയ തോമസ് നിരപ്പേൽ, ഫാദർ ബെന്നി നിരപ്പേൽ, ഫാദർ ജെയിംസ് കുരിശുമൂട്ടിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുജാത അധ്യക്ഷത വഹിച്ചു. പായം ഗ്രാമപഞ്ചായത്താണ് എന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രസിഡന്റിന് എനിക്കൊരു 5-6 വർഷമായിട്ടുള്ള പരിചയങ്ങളുണ്ട്. 6-7 വർഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ ANG ഡയാലിസിസ് സെൻറ്റർ നമ്മളിവിടെ ആരംഭിച്ചപ്പോൾ തൊട്ട് പഞ്ചായത്ത് നമ്മൾ സഹകരിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രസിഡന്റിനോട് പരിചയമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് സഹകരണമുണ്ട്. ഇതാ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൃഷിക്കാരുടെ ഒരു സംരംഭമാണ്. നമുക്കിപ്പോൾ കർഷകരായിരിക്കുന്ന 7000 മെമ്പർമാരുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരുടെ ഇഞ്ചിയും മഞ്ഞളും ജാതിക്കായും ജാതിപത്രിയും ഗ്രാമ്പും എല്ലാം നമ്മൾ മാർക്കറ്റ് ഉള്ളതിനേക്കാൾ 5 രൂപ കൂടി നമ്മൾ മേടിക്കും. അങ്ങനെ മേടിച്ച് അതിനെ നമ്മൾ മൂല്യവർദ്ധിത കറി പൗഡറുകളാക്കി നമ്മൾ മാറ്റുന്നു. ഒരു മായമില്ലാതെ ഉണ്ടാക്കുന്ന കറി പൗഡറുകളാണ്. ഇപ്പോൾ സാർ ചെയ്യാൻ നമ്മൾ കപ്പയുടെ യൂണിറ്റ് തുടങ്ങി 1 മാസമായിട്ട് തുടങ്ങി, ഏപ്രിൽ മാസം ആരംഭിച്ചതാണ്. അതിന് നമ്മൾ 30,000 കിലോ കപ്പ കൃഷിക്കാർ നമ്മൾ എടുത്തു. അങ്ങനെ ഒരു 12,000 കിലോയോളം കപ്പ നമ്മൾ ആൾക്കാർക്ക് തന്നെ നമുക്ക് ഡിമാൻഡ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതുപോലെ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ നിങ്ങൾ കപ്പ സാറ് പറഞ്ഞതുപോലെ കപ്പ നിങ്ങൾ ഇന്ന് വൈകുന്നേരം കൊണ്ടുവന്നാൽ നാളത്തെ രാവിലെ വന്നാൽ നിങ്ങളുടെ കപ്പ ഉണക്കപ്പയായിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റും. കപ്പ അരിയുന്ന മെഷീൻ നമുക്കുണ്ട്, ഉണങ്ങുന്ന മെഷീനുണ്ട്, കപ്പയുടെ തൊലി കളയുന്ന മെഷീനുണ്ട്. അതുകൊണ്ട് ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ പണി ആരംഭിച്ചാൽ 1 മണിയാകുമ്പോൾ നമുക്ക് 1200 കിലോ കപ്പ നമ്മൾ മാറ്റി കഴിയും. മെമ്പർമാരെ, പ്രിയപ്പെട്ട NASും പ്രിയപ്പെട്ടവരെ, ബയോ മൗണ്ടൻ കമ്പനി ഒരു ഫാർമേഴ്സ് കർഷകരെ വളരെയേറെ സ്നേഹിക്കുകയും കർഷകർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ സുദൃഢമായി സേവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് മുൻ പരിചയമൊന്നുമില്ല, ഇന്ന് വന്നപ്പോൾ ആ ആതിഥേയത്വ മനോഭാവവും ഞങ്ങളെ സ്വീകരിച്ചതും, അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ടി ചെയ്യാൻ കാണിക്കുന്ന ഒരു നല്ല മനസ്സുണ്ട്. അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ഈ പ്രൊഡ്യൂസർ കമ്പനി കുന്നോത്ത് ഈ ഒരു പ്രദേശത്ത് ഗ്രാമപഞ്ചായത്ത് ആകുമ്പോൾ അത് നല്ല രീതിയിൽ പോകണമെന്ന് വളരെയേറെ ആഗ്രഹത്തോടു കൂടി പ്രസിഡന്റ് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി.